നമസ്കാരം. രണ്ടാഴ്ചത്തെ മെഡിക്കൽ അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ കൂടൽമാണിക്യം ക്ഷേത്രം കഴകം ജീവനക്കാരൻ തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ബാലു രാജിവെച്ചു. ചൊവ്വാഴ്ച ദേവസ്വം ഓഫീസിലെത്തിയാണ് രാജി നൽകിയത്. ആരോഗ്യപരമായ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലുമാണ് രാജി എന്നാണ് അറിയിച്ചത്. അതിനിടെ ബാലു രാജി പിൻവലിച്ചാൽ പരിഗണിക്കുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഭയം കാരണമല്ല ബാലുവിന്റെ രാജി, സർക്കാർ ബാലുവിനൊപ്പം നിന്നുവെന്നും വാസവൻ പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ അമ്മാവൻ രാമചന്ദ്രനൊപ്പം ബാലു കൂടൽമാണിക്യം ദേവസ്വം ഓഫീസിലെത്തി അഡ്മിനിസ്ട്രേറ്ററെ കണ്ടിരുന്നു. ദേവസ്വം ഓഫീസിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ബുധനാഴ്ച മുതൽ കഴകം ജോലിക്ക് കയറുമെന്നുമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിന്നീട് വീണ്ടും എത്തി രാജി നൽകി മടങ്ങുകയായിരുന്നു. വിവാദങ്ങളുമായി രാജിക്ക് ബന്ധമില്ലെന്നാണ് അമ്മാവൻ രാമചന്ദ്രൻ പ്രതികരിച്ചത്. ഫെബ്രുവരി 24-നാണ് ബാലു കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ജോലിയിൽ പ്രവേശിച്ചത്. താൽക്കാലിക ജോലിക്കാരനെ ഒഴിവാക്കി ഇദ്ദേഹത്തെ നിയോഗിച്ചതിനെതിരെ വാര്യർ സമാജവും ക്ഷേത്രം തന്ത്രിമാരും രംഗത്തെത്തിയിരുന്നു. തുടർന്ന് അവധിയെടുത്തു പോയി. മാർച്ച് 6-നാണ് ഇദ്ദേഹത്തെ അറ്റൻഡർ ജോലിയിലേക്ക് മാറ്റിയത്. താൽപര്യം അറ്റൻഡർ ജോലിയാണെന്ന് ആവശ്യപ്പെട്ട് ബാലു ദേവസ്വത്തിന് ഇമെയിൽ അയച്ചിരുന്നു. എന്നാൽ കഴകം ജോലി തന്നെ ചെയ്യണമെന്നതായിരുന്നു ദേവസ്വത്തിന്റെ നിലപാട്. അതിനിടെ പ്രതികരണവുമായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ചെയർമാൻ KV മോഹൻദാസ് രംഗത്ത് വന്നിരുന്നു. ബാലുവിന്റെ തസ്തിക മാറ്റിയത് തെറ്റെന്ന് KV മോഹൻദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. തെറ്റിദ്ധാരണ നീക്കാൻ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ക്ഷേത്രം തന്ത്രി വന്നില്ലെന്നും ക്ഷേത്രത്തിലെ തന്ത്രിമാരുടെ നിലപാട് പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും KV മോഹൻദാസ് പറഞ്ഞു. ബാലുവിനെ കഴകസ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരു ഓഫീസിലേക്ക് മാറ്റി നിയമിച്ച കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ നിലപാട് തെറ്റാണെന്നും KV മോഹൻദാസ് പറഞ്ഞു. ബാലു രാജിവെച്ച ഒഴിവിൽ വരുന്ന അടുത്ത ഉദ്യോഗാർത്ഥി നിയമപ്രകാരം ഈഴവ വിഭാഗത്തിൽ നിന്ന് തന്നെയാണെന്നും KV മോഹൻദാസ് പറഞ്ഞു. കൂടൽമാണിക്യം ക്ഷേത്രമാണ് കഴകം തസ്തികയിലെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തത്. നിയമന നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഉദ്യോഗാർത്ഥിയെ നിയമിച്ചത്. ഉദ്യോഗാർത്ഥി 2 ആഴ്ചയോളം ആ തസ്തികയിൽ ജോലി ചെയ്തിരുന്നു. പിന്നീട് അയാളെ താൽക്കാലികമായി വേറെ തസ്തികയിലേക്ക് വിന്യസിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചത്. ഈഴവ കമ്മ്യൂണിറ്റിക്ക് സംവരണം പ്രകാരം അർഹതപ്പെട്ടതാണ് ആ സ്ഥാനം. ചെറിയ ഒരു റാങ്ക് പട്ടികയാണ് ഇപ്പോഴുള്ളത്. തസ്തിക മാറ്റിക്കൊടുക്കാൻ ഒരാൾക്കും അധികാരമില്ല. താൽക്കാലികമായി വേറെ തസ്തികയിൽ നിയമിക്കുക അല്ലായിരുന്നു ദേവസ്വം ചെയ്യേണ്ടിയിരുന്നത്. തന്ത്രിമാരുമായി ആലോചിച്ച് അതേ തസ്തികയിൽ നിലനിർത്തുകയായിരുന്നു വേണ്ടിയിരുന്നത്. പഴയ മാമൂലുകളിൽ നിന്ന് മാറാനാകാത്ത അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. വലിയ സമരത്തിന് ശേഷമാണ് ക്ഷേത്രപ്രവേശനം അനുവദിച്ചത്. അത് നിർബന്ധിച്ച് ചെയ്യേണ്ടി വന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. ബാലുവിന്റെ നിയമനത്തിൽ തന്ത്രിമാർ പറയുന്ന കാര്യം ശരിയല്ല. കാരായ്മ തസ്തികയല്ല, ഓപ്പൺ തസ്തികയാണത്. വേക്കൻസി റിപ്പോർട്ട് ചെയ്താൽ തസ്തികയുമായി മുന്നോട്ട് പോകും. ദേവസ്വം റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിൽ തെറ്റിദ്ധാരണ അകറ്റാൻ തന്ത്രിമാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചതാണ്. തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിലും ചർച്ചയ്ക്ക് വരാൻ സന്നദ്ധനല്ല എന്ന മറുപടിയാണ് തന്ത്രി നൽകിയത്. നിസ്സഹരണമായിരുന്നു തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ബാലുവിന്റെ നിയമന കാര്യത്തിൽ തന്ത്രിമാരുടെ നിലപാട് തെറ്റാണ്. നിയമനം റിക്രൂട്ട്മെന്റ് ബോർഡിന് വിട്ട ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ തീരുമാനത്തിൽ തന്ത്രിമാരും ഒപ്പിട്ടിരുന്നു. എന്നിട്ടാണ് കഴകത്തിന്റെ പേരിൽ ജാതി വിവേചനം കാട്ടിയത്. പരിഷ്കൃത സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു തന്ത്രിമാർ ചെയ്തത്. ബാലുവിനെ മറ്റൊരു ഓഫീസിലേക്ക് മാറ്റി നിയമിച്ച ദേവസ്വത്തിന്റെ നിലപാടും തെറ്റാണെന്ന് KV മോഹൻദാസ് പറഞ്ഞു. ബാലുവിന്റെ രാജി സ്വീകരിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലെന്ന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ CK ഗോപി വ്യക്തമാക്കി. ആരോഗ്യപരമായ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലും ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ബാലു കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേവസ്വം കമ്മിറ്റി ചേർന്ന് കത്ത് പരിശോധിക്കുമെന്നും CK ഗോപി പറഞ്ഞു. കഴകം ജോലിയിൽ നിന്ന് മാറ്റി തന്നെ ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ബാലു അപേക്ഷ നൽകിയിരുന്നുവെന്നും എന്നാൽ അപേക്ഷ പ്രകാരം കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്ക് നിയമനം നടത്താൻ അധികാരമില്ലെന്നും CK ഗോപി പറഞ്ഞു. ബാലു നൽകിയ അപേക്ഷ പിന്നീട് സർക്കാരിലേക്ക് അയച്ചെന്നും അപേക്ഷയിൽ സർക്കാരിൽ നിന്ന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴക ജോലികൾക്കായി ആളെ നിയമിക്കുന്നതിന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ നടത്തിയിരുന്നു. ഇത് വിജയിച്ചാണ് ബാലു ജോലിയിൽ പ്രവേശിച്ചത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 21-ന് അദ്ദേഹം ചുമതലയേറ്റു. ഇതിന് പിന്നാലെയാണ് വിവാദം ഉയർന്നത്.